എല്ലാവർക്കും നമസ്കാരം. ഇനിയും റെയിൽവേ എക്സാം നോക്കുന്നത് ഉചിതമാണോ? നിങ്ങൾ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു സംശയം ഉള്ളിൽ കയറിയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, നമുക്കറിയാം റെയിൽവേ എല്ലാ വർഷവും പരീക്ഷ നടത്തും എന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പരീക്ഷകൾ മാത്രം നടത്തുകയും എന്നാൽ റിസൾട്ടുകളെല്ലാം പെൻഡിങ് ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും റെയിൽവേ എക്സാംസിൻ്റെ റിസൾട്ടുകൾ പെൻഡിങ് ആണ്. അതായത് ഇവർ എക്സാം 2024 മുന്നേ എക്സാം വിളിക്കുന്നത് ഏകദേശം ഒരു 2-3 2019 ലാസ്റ്റ് എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ലാഗ് വന്ന് കുറേ വേക്കൻസി ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ബൾക്ക് വേക്കൻസി ഒക്കെ ആയിട്ട് വന്നൊരു എക്സാമാണ് 2024 അവർ നോട്ടിഫിക്കേഷൻ വിളിച്ചത്. സോ 2024 വിളിച്ച സംഭവം 2025 അവർ എക്സാം നടത്തി. സ്റ്റിൽ 2024 നോട്ടിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 2026 എത്തി നിൽക്കുക. ഏകദേശം ഏപ്രിൽ കഴിഞ്ഞു, മെയ് ആയി. ഏകദേശം 2 വർഷമായി RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇതുവരെ ആയിട്ടും അതിൻ്റെ ഫൈനൽ റിസൾട്ടിൽ ഒരു അപ്ഡേറ്റും ഇല്ല. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് ആണെങ്കിലും അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിലും രണ്ടും ഒരു അനക്കവും ഇല്ല. ദെൻ പിന്നെ പറയുവാണെങ്കിൽ നമ്മുടെ ഗ്രൂപ്പ് ഡി നമുക്കറിയാം എക്സാം ഇന്ന ഡേറ്റ് വരും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ലാഗ് വന്നിട്ടാണ് ഗ്രൂപ്പ് ഡി നടത്തിയത്. അപ്പോൾ അത് നടന്നപ്പോൾ ഒരു കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ എക്സാം കുറച്ച് വൈകി. അതിനുശേഷം ആൻസർ കീ ഒക്കെ വന്നു. സ്റ്റിൽ ഫൈനൽ റിസൾട്ടോ അതിൻ്റെ ഫിസിക്കലോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ അതും ലാഗ് അടിച്ചിരിക്കുക. അത് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. 2024 വിളിച്ചതാണ്, 2025 വന്നു. പക്ഷേ 2025 ഇനി വരത്തേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് എക്സാംസ് ഉണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ കൺട്രോളർ, ALP, ജൂനിയർ എഞ്ചിനീയർ, ടെക്നീഷ്യൻ ഗ്രേഡ് 1-3 ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിസൾട്ടുകളൊക്കെ പെൻഡിങ് ആയിരിക്കുമ്പോൾ തന്നെ NTPC അവർ 2025 CBT 1 അത് നടത്തുകയും അതിൻ്റെ റിസൾട്ടും പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. സോ എക്സാം മാത്രം നടത്തുന്നുണ്ട്, റിസൾട്ട് ഒന്നും വന്നില്ല, ഞങ്ങളിനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നാണ് എല്ലാവരുടെയും സംശയം. മക്കളെ, വേറൊന്നുമല്ല, ഇതിനകത്ത് കുറേ റീസൺസ് ഉണ്ട് റെയിൽവേ ഇത്രയും ലാഗ് വരാൻ. ഒന്നെന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ കാരണം തന്നെയാണ്. പെട്ടെന്നാണ് ഇവർ ഒരു 3 വർഷം 4 വർഷം ഗ്യാപ്പിട്ട് നടത്തേണ്ട പരീക്ഷ ഇയർലി ബേസിൽ കൊണ്ടുവരുന്നത് പെട്ടെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പെട്ടെന്ന് നടത്തുമ്പോൾ അതിൻ്റെതായ കുറേ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളും ഉണ്ട്. അതൊന്ന്. അതുകൂടാതെ ഒരുപാട് കേസുകൾ ഇതിൻ്റെ ചുറ്റിപ്പറ്റി കിടപ്പുണ്ട്. ഒരുപാട് നമുക്കറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് ഡിയുടെ കേസ് തന്നെ അറിയാം നിങ്ങൾക്ക്. അതിൻ്റെ ITA സർട്ടിഫിക്കറ്റ്, അപ്രൻറ്റീസ് സർട്ടിഫിക്കറ്റ്, ITയുടെ ക്വാളിഫിക്കേഷൻ അങ്ങനെ വെച്ചിട്ട് ആയിരുന്നു നമ്മൾ എക്സാം എഴുതുന്നതിന് മുന്നേ ഉള്ള കേസ്. അപ്പോൾ ഇന്ന് മെയ് 5 ഇന്നും ഗ്രൂപ്പ് ഡിയുടെ ഒരു ഹിയറിങ്ങും കാര്യങ്ങളും അതിനോടനുബന്ധിച്ചുള്ള കേസും കാര്യങ്ങളൊക്കെ ഇന്നും എന്തോ കോർട്ട് കേസ് അപ്ഡേറ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്താ നമുക്കറിയില്ല. സോ അതിങ്ങനെ കേസുകളും കാര്യങ്ങളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൂടെ തന്നെ കേസുകൾ ഒരുപാടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് മാത്രമല്ല, തെലങ്കാന അങ്ങനെ ഒരുപാട്, അലഹബാദ് അങ്ങനെ ഒരുപാട് സ്റ്റേറ്റിലും എന്തുണ്ട് കേസുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ കേസുകളിലൊക്കെ പുറകെയാണ് റെയിൽവേ. അപ്പോൾ അവർക്ക് ആ കേസുകൾ സോർട്ട് ചെയ്യണം, അറ്റ് ദ സെയിം ടൈം എക്സാം നടത്തണം. എല്ലാം കൂടി ഒരു മിക്സ്ഡ് പരുവത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അവരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നടത്തുമ്പോൾ SSC ആണെങ്കിലും PSC ആണെങ്കിലും ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് സോർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? ഒരു മെത്തേഡ്, ഒരു സൊല്യൂഷൻ എവിടെയും കാണുമല്ലോ. അപ്പം അത് ചെയ്യേണ്ടത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് റെയിൽവേക്ക് അതിന് സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ആസ്പിറൻസ് ആണ് ഇതിൽ പെട്ടുപോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മാൽ പ്രാക്ടീസസ് ഒക്കെ നടന്നും. കഴിഞ്ഞ 2020 ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ സമയത്ത് കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളുമായിട്ടുള്ള ചലഞ്ചുകളും അങ്ങനെ ഒരുപാട് കോപ്പി അടിച്ച് അങ്ങനെ മാൽ പ്രാക്ടീസ് നടത്തിയ കുറച്ച് കേസുകൾ, അങ്ങനെ ഒരുപാട് കേസുകൾ ഇതിനകത്തുണ്ട്. ആ കേസുകളൊക്കെ നടന്നതുകൊണ്ടാണ് ഈ എക്സാം ഇത്ര നമ്മുടെ നാട്ടിൽ കുറവാണ്. നോർത്തിലൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്. അത്രയും അങ്ങനത്തെ കേസുകളും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് കുറച്ച് ലാഗ് വരുന്നതാണ്. അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, പരീക്ഷ എല്ലാ വർഷവും ഒരു നടത്തുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം 2024 നോട്ടിഫിക്കേഷൻ 2025 നടത്തി. 2025 നോട്ടിഫിക്കേഷൻ വിളിച്ചു, 2026 ആ എക്സാം നടത്തി. CBT 1 നമുക്ക് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒരു അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഡി എക്സാം അടുത്തതും വരാൻ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നടക്കുകയും ചെയ്യും, അവർ നടത്തുകയും ചെയ്യും. മക്കളെ, വേറൊന്നുമല്ല, നിങ്ങൾ പഠിക്കുക. ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക.
ദിസ് ഇസ് യുവർ റൈറ്റ് ടൈം. ഇത് തന്നെയാണ് നിങ്ങളുടെ റൈറ്റ് ടൈം. ഇനി അതായത് ഈ കേസൊക്കെ നടക്കുകയാണ്, ഞങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വിഡിത്തമാണ്. കാരണം എല്ലാ വർഷവും വേക്കൻസികൾ അതുപോലെ തന്നെ വരത്തില്ലേ? എല്ലാ വേക്കൻസികളും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ? അതായത് വേക്കൻസി വരും, ആ വേക്കൻസി നിർത്താൻ നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അവർ പുറത്തൊരു നിയമനം എടുക്കുകയോ കോപ്പറേറ്റീവ് ആവോ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ പരീക്ഷ എഴുതി ഇങ്ങനെ തന്നെ ആയിരിക്കും ഇന്നല്ല നാളെ എന്തായാലും കയറാൻ പോകുന്നത്. അതുകൊണ്ട് വേക്കൻസി എല്ലാം അതുപോലെ തന്നെ എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്യും. ആ വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എക്സാമും നടത്തും. ഒരു കാര്യം എന്ന് പറയുന്നത് ഡിലേ ഉണ്ടാവും, കാലതാമസം വരും. അതിപ്പോൾ നമ്മൾ PSC ആണെങ്കിലും കാലതാമസം വരും അല്ലേ? PSC എക്സാംസിന് കാലതാമസം ഉണ്ട്. പിന്നെ SSC സംബന്ധിച്ച് കുറച്ച് ഡിലേ കുറവാണ്, ഇതിനെ അപേക്ഷിച്ച് കുറവാണ്. റെയിൽവേക്ക് കുറച്ച് ഡിലേ കൂടുതലാണ്. അതിൻ്റെ ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒരു എഫിഷ്യൻസിയുടെ കുറവ് മൂലമാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡെസ്പ് ആവേണ്ട, ഡീമോട്ടിവേറ്റ് ആകേണ്ട കാര്യമില്ല. കാരണം എല്ലാ വർഷവും വേക്കൻസി വരും. ആ വേക്കൻസി വരുന്നത് നമ്മളേ ഉള്ളൂ. നമ്മൾ പഠിച്ചാലേ നമുക്ക് ജോലിക്ക് കയറാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തു തന്നെ ആയാലും അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് ഓർത്തിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? അങ്ങനെ ആർക്കെങ്കിലും മൈൻഡിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഇനി പഠിച്ചിട്ട് കാര്യമില്ല, ഇത് കിട്ടില്ല എന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഇപ്പം തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. ഈ കേസും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ടാണ്. എന്തെങ്കിലും ആ കേസിന് ഒരു വിധി ഉണ്ടാവും. അന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഒരു ലക്കും നമ്മളുടെ ഹാർഡ് വർക്കിൻ്റെയും റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ഉണ്ടാവത്തില്ലേ? ഉറപ്പായിട്ടുണ്ടാവും. അപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഡീമോട്ടിവേറ്റ് ആകരുത്. എപ്പോഴും ആ ഒരു റൈറ്റ് ട്രാക്കിൽ തന്നെ എന്ത് ചെയ്യുക? സഞ്ചരിക്കുക. പഠിക്കാനുള്ളത് അന്നുള്ളത് അല്ലെങ്കിൽ സിലബസ് ഒരു ഫുൾ തവണ എന്ത് ചെയ്യുക? കവർ ചെയ്യുക. പോർഷൻസും കാര്യങ്ങളും എല്ലാം വൃത്തിയായിട്ട് നോക്കുക. PYQs ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ട്രാക്കിൽ വരുന്നത് അങ്ങനെ തന്നെ ട്രാക്കിൽ പോവുക. ഇപ്പോൾ ഇത്തിരി ഉളപ്പിയെങ്കിൽ അത് മാറ്റിവെക്കുക. പഠിത്തത്തിൽ തന്നെ ശ്രദ്ധിക്കുക. ഡിലേ ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എന്തെങ്കിലും ഒരു ദിവസം അതിനെല്ലാം ഒരു ആഫ്റ്റർ റിസൾട്ട് എന്തായാലും ഉണ്ടാവും അല്ലേ? സോ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മൈൻഡിൽ കണ്ടാൽ മതി. ഇതോടെ പഠിപ്പ് അവസാനിക്കണം, നിർത്തണം എന്നുള്ളതൊന്നും വിചാരിക്കരുത്. ഉറപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും തന്നെ കയറാൻ പറ്റും. ചിലപ്പോൾ കുറച്ച് ഡിലേ വരും. ഇന്നല്ലെങ്കിൽ നമുക്ക് നാളെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റും. ഡിലേ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യം ഇല്ല. എന്ത് ചെയ്യുക? മുന്നോട്ട് തന്നെ പോവുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ വർഷവും വിളിക്കുന്ന പരീക്ഷയാണ് ഇനി തൊട്ട്. സോ 2027 എന്ത് ചെയ്യാം? നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2027 എക്സാം ഉണ്ട്. സോ ആ എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഇനിയിപ്പോൾ നമുക്ക് വരേണ്ട അണ്ടർ ഗ്രാജുവേറ്റും ഗ്രൂപ്പ് ഡി ഉള്ളൂ. അടുത്ത വർഷത്തുള്ള എക്സാംസിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങാം. കുറച്ച് ലാഗ് വരും, പക്ഷെ അത് കുഴപ്പമില്ല. അത് നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ 2026-27 എക്സാംസിന് വേണ്ടിയിട്ടുള്ള NTPC EZB അക്കാഡമിയുടെ കംപ്ലീറ്റ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. സോ ക്ലാസ് പർച്ചേസ് ചെയ്ത് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങി പഠിച്ചു തുടങ്ങുക. ലാഗും കാര്യങ്ങളും ഒന്നും നിങ്ങളെ ബാധിക്കത്തില്ല. ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നല്ലെങ്കിൽ നാളെ 2026 27 അല്ലെങ്കിൽ പോട്ടെ 28 എന്ത് ചെയ്യാൻ പറ്റും? കയറാൻ പറ്റും. ഉറപ്പാണ്. സോ എന്താവരുത്? ഡീമോട്ടിവേറ്റ് ആവരുത്. പഠിച്ചു തുടങ്ങുക, പഠിക്കുക. പഠിച്ച് ആ ഒരു പ്രിപ്പറേഷനിൽ പോകുന്നവരാണെങ്കിൽ അത് നിർത്തരുത്. ഗോ ഓൺ യുവർ സ്ട്രെയിറ്റ് പാത്ത്. നിങ്ങളുടെ വഴി ശരിയാണ്, അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. താങ്ക് യു.